ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. ദിസ് ഈസ് മീ അസ്ലം. ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു സൂപ്പർ കൺസെപ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളെ, ഇതൊരു അടിപൊളി കൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മുഖേന ആ കൺസെപ്റ്റ് പരിചയപ്പെടാം. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ദ ലെങ്ത് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 8 സെന്റിമീറ്റേഴ്സ് ആൻഡ് 10 സെന്റിമീറ്റേഴ്സ്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളുടെ രണ്ട് സൈഡ്സിന്റെ ലെങ്ത് എന്താണ്? 8 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ്. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 40 ഡിഗ്രി. ആ രണ്ട് സൈഡ്സിന്റെയും രണ്ട് വശങ്ങളുടെയും ഇടയിൽ വരുന്ന ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രിയാണ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 0.64 നമുക്ക് അളവും തന്നിട്ടുണ്ട്, വാല്യൂ തന്നിട്ടുണ്ട്. ഇനി മക്കളെ അടുത്തത്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത്? സെയിം ലെങ്ത്, വശങ്ങളുടെ അളവ് സെയിം, വിച്ച് മീൻസ് 8 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആയിരിക്കും. പക്ഷേ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 140 ഡിഗ്രി. അതായത് ഈ രണ്ട് വശങ്ങളുടെയും ഇടയിലുള്ള ആംഗിൾ എത്രയായിട്ട് മാറുന്നു? 140 ഡിഗ്രി ആയിട്ട് മാറുന്നു. അപ്പം എന്തായിരിക്കും അതിൻ്റെ ഏരിയ എന്നുള്ളത്? പക്ഷേ 140 ഡിഗ്രീൻ്റെ സൈൻ വാല്യൂ നമുക്കറിയില്ലല്ലോ. നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഞാനിതാ ഒരു ട്രയാങ്കിളിൻ്റെ റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. ഞാൻ പേര് കൊടുക്കുന്നു ട്രയാങ്കിളിന് ABC. പേര് കൊടുത്തു. അതേപോലെ ബേസ് ആയിട്ട് 8 സെൻറ്റിമീറ്ററും പിന്നെ മറ്റൊരു വശമായിട്ട് 10 സെൻറ്റിമീറ്ററും, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി. അപ്പോൾ നമുക്കിതിൻ്റെ ഹൈറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു നമുക്കറിയാം. ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു ബ്ലാക്ക് ബോർഡ് ഐസ്. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്ക് ഹൈറ്റും കൂടി കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ എന്താക്കുന്നു? ഈ സിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ എ ബിയിലേക്ക് വരയ്ക്കുന്നു. ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഞാൻ ഈ പോയിന്റിന് ഡി എന്ന് വിളിക്കുന്നു. ഡി എന്ന് വിളിച്ചു. എടാ, ഇനി മക്കളെ നമുക്ക് ഈ ഹൈറ്റ് സി ഡി നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? സി ഡി ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കണം. സി ഡി കണ്ടുപിടിക്കണം. ഇതിൽ ഒരു ആംഗിൾ എ എന്ന് പറയുന്ന ആംഗിൾ 40 ഡിഗ്രിയാണ്. വിച്ച് മീൻസ് എനിക്ക് സൈൻ 40 എടുത്തു കഴിഞ്ഞാൽ സൈൻ 40 ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും മക്കളെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. മലയാളം മീഡിയക്കാർ എന്താണ്? എതിർവശം ബൈ കർണമാണ്. എതിർവശം ബൈ കർണം. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ആരാ? സി ഡി ആണ്. വിച്ച് മീൻസ് സി ഡി ബൈ ഹൈപ്പോട്ടിനസ് ആരാണ്? എ സി ആണ്. ബൈ എ സി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ സി ഡി ആണ്. വിച്ച് മീൻസ് സി ഡി ഈസ് ഈക്വൽ ടു ഈ എ സിനെ പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എന്തായിട്ട് മാറും? ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറുന്നു. സൈൻ 40 ഇൻറ്റു എ സി വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 40ൻ്റെ വാല്യൂ സൈൻ 40 ഇൻറ്റു എ സി. സൈൻ 40ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.64 ഞാൻ വേഗം കൊടുത്തു. 0.64 ഇൻറ്റു എ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അത് ഞാൻ നേരെ കൊടുക്കുന്നു. ഇൻറ്റു 10 വിച്ച് ഇസ് ഈക്വൽ ടു 0.64 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 6.4 സെൻറ്റിമീറ്റർ എന്ന് വളരെ സിമ്പിളായിട്ട് എന്താക്കി? ഹൈറ്റ് കണ്ടുപിടിച്ചു. സി ഡി എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? ഏരിയ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും മക്കളെ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച ഈ സി ഡി ആണെന്ന് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്ന ആൾ. വിച്ച് മീൻസ് 6.4 ഇൻറ്റു 6.4 വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് 8 എന്ന് പറഞ്ഞാൽ 4 ആയിട്ട് മാറും. 4 ഇൻറ്റു 6.4 വിച്ച് ഇസ് ഈക്വൽ ടു 12.8 25.6 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്താക്കി? ഏരിയ കണ്ടുപിടിച്ചു. പക്ഷേ ഇതിൽ രണ്ടാമത്തെ പാർട്ടിൽ വരുന്ന ട്രയാങ്കിൾ ഏകദേശം ഈ രൂപത്തിലായിരിക്കും വരിക. ഇവിടെ വരുന്ന ഈ ആംഗിൾ എത്രയാണ്? 140 ഡിഗ്രിയാണ്. ഒരു വശം ബേസ് ആയിട്ട് 8 സെൻറ്റിമീറ്ററും രണ്ടാമത്തെ വശം 10 സെൻറ്റിമീറ്ററുമാണ്. ഇടയിൽ വരുന്ന ആംഗിൾ 140 ഡിഗ്രി. പേര് കൊടുക്കുന്നു എ ബി സി. എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ രണ്ട് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡ് ഇതാ, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്താക്കുന്നു? ഹൈറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ ആംഗിൾ എത്രയായിട്ട് മാറും? ഇത് 140 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിട്ട് മാറും മക്കളെ? 40 ആയിട്ട് മാറും. ഇത് 90 ഡിഗ്രി. ഇത് വെച്ച് നമുക്ക് എന്താക്കാം? ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം? വാല്യൂ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സൈൻ 40 ഇസ് ഈക്വൽ ടു, നല്ലോണം ശ്രദ്ധിക്കണേ, സൈൻ 40 ഇസ് ഈക്വൽ ടു സൈൻ 140 ഇസ് ഈക്വൽ ടു എന്താ വരിക? സൈൻ 40. സൈൻ 140യും സൈൻ 40യും എന്താണ്? തുല്യമാണ്. അതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ സൈൻ 180 മൈനസ് 40 ഈക്വൽ ടു സൈൻ 40. സൈൻ 180 മൈനസ് 40 ഇസ് ഈക്വൽ ടു സൈൻ 40 ആയിരിക്കും. വിച്ച് മീൻസ് 180 മൈനസ് 40 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 140 അല്ലേ? 140ഉം സൈൻ 40 എന്തായിട്ട് മാറി? ഈക്വലായിട്ട് മാറി. അതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറയാൻ പോകുന്നതാണ്. നല്ലത് നോക്കണേ. സൈൻ പൈ മൈനസ് പൈ അല്ല, നമുക്ക് 180 കൊടുക്കാം. നമ്മൾ പൈയിൽ പഠിച്ചിട്ടില്ല. 180 മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആയിരിക്കും.
സൈൻ എക്സ് ആയിരിക്കും. അതായത് 180 ഡിഗ്രിയിൽ നിന്നും ഏതൊരു ആംഗിൾ കുറച്ചാലും കിട്ടുന്ന വാല്യൂ അത് ആ കുറച്ച ആംഗിളിൻ്റെ സൈൻ്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അടുത്തൊരാളെ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ വരും കേട്ടോ. നോക്കണേ, സൈൻ 180 മൈനസ് 50 ഇസ് ഈക്വൽ ടു 180 മൈനസ് 50 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 130 ആണ്. അത് ആർക്ക് ഈക്വൽ ആയിരിക്കും മക്കളെ? സൈൻ 50ക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടെ വരുന്ന വാല്യൂവിന് സെയിം വാല്യൂ ആയിട്ട് ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മക്കളെ, സൈൻ 140യും സൈൻ 40യും ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ആയതുകൊണ്ട് എൻ്റെ ഏരിയ എന്ന് പറയുന്ന ആൾ ഇതേ ഏരിയ ആയിരിക്കും വരിക, ഈ സെയിം ഏരിയ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആദ്യം കണ്ടുപിടിച്ച ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയ ആയിരിക്കും വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, ഏരിയ കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എന്താക്കാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടിയും അതോടുകൂടി നമുക്ക് എന്താക്കാം, ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കി മാറ്റാം. ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സൈഡ്സ് ഓഫ് എ റോംബസ് ആർ 5 centimeters ലോങ് ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 100 degree. കമ്പ്യൂട്ട് ഇറ്റ്സ് ഏരിയ. നമ്മളോട് പറഞ്ഞ കാര്യം, ഒരു റോംബസ് ഉണ്ട്. ആ റോംബസിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 5 centimeter ആണ്. അതുപോലെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 100 degree. അതിൻ്റെ ഒരു ആംഗിൾ എന്താണ്? 100 degree ആണ്. കമ്പ്യൂട്ട് ഇറ്റ്സ് ഏരിയ, പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കണം. തന്ന അളവ് സൈൻ 80 degree ഈസ് ഈക്വൽ ടു 0.98 ആണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ ഈ സെയിം ഐഡിയ ഉണ്ടായാൽ മതി. സൈൻ 80യും അതേപോലെ സൈൻ 100ഉം എന്താണ്? സൈൻ 100ഉം ഈക്വൽ ആണ്. കാരണം 180 മൈനസ് 80 ആണെന്ത്? സൈൻ 100 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൈൻ 80യും സൈൻ 100ഉം ഈക്വൽ ആണ്. ഒരു ഐഡിയയും കൂടി ആലോചിച്ചാൽ മതി. ഈ 80ഉം 100ഉം കൂട്ടിയാൽ 180 ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സൈൻ്റെയും ആ രണ്ട് ആംഗിൾസിൻ്റെയും സൈൻ വാല്യൂ സെയിം ആയിരിക്കും. ഇവിടെ നോക്കിക്കേ നമ്മൾ സൈൻ 140 ഈസ് ഈക്വൽ ടു സൈൻ 40 എന്ന് പറഞ്ഞു. ഈ 140ഉം 40ഉം കൂട്ടിയാൽ 180 വരുന്നുണ്ടല്ലോ. വിച്ച് മീൻസ് ആ രണ്ട് ആംഗിൾസിൻ്റെയും സൈൻ വാല്യൂ സിമിലർ ആയിരിക്കും, സെയിം ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. രണ്ട് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ആംഗിൾസിൻ്റെയും സൈൻ വാല്യൂസ് എന്താണ്? സെയിം ആണ്, ഒരു മാറ്റം ഉണ്ടാവില്ല. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. നമുക്ക് എന്താക്കാം, ഇതിൻ്റെ ആൻസറിലേക്ക് വേഗം പോവാം. ഇത് 100 ഡിഗ്രി ആണ്. നമ്മൾ എന്താക്കുന്നു മനസ്സിലാക്കുന്നു, ഇവിടെ ഒരു 80 ഡിഗ്രി ഉണ്ട് അല്ലേ. ഒരു ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു പാരലോഗ്രാം ആണ്. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ എന്തായിട്ട് മാറും? 80 ഡിഗ്രി ആയിട്ട് മാറും. ഇപ്പം ഞാൻ ബേസ് എന്ന് പറയുന്ന ആൾ, ഈ പാരലോഗ്രാമിൻ്റെ ബേസ് എന്താണ്? 5 centimeter. ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഈ കാണുന്ന ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഹൈറ്റ് കണ്ടുപിടിക്കാൻ മക്കളെ ഞാൻ പേര് കൊടുക്കുന്നു ABCD. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ഇയാൾക്ക് ഇ എന്ന് പേര് കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് എന്താണ്? DE എന്ന് പറയുന്ന ഈ ലെങ്ത് ആണ്. DE എന്ന് പറയുന്ന ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. വിച്ച് മീൻസ് സൈൻ 80 ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ സൈൻ 80. ഓപ്പോസിറ്റ് ആരാ? DE എന്ന് പറയുന്ന ആൾ. ഓപ്പോസിറ്റ് DE ബൈ നമുക്ക് ഹൈപ്പോട്ടിനസ് ആരാ? AD എന്ന് പറയുന്ന ആൾ ബൈ AD. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട ആളാരാ? DE ആണ്. DE ഞാൻ അവിടെ വെച്ചു. DE ഈസ് ഈക്വൽ ടു AD ഇൻറ്റു സൈൻ 80 വിച്ച് ഈസ് ഈക്വൽ ടു ADയുടെ ലെങ്ത് എത്രയാടാ? AD ലെങ്ത് ഈ AD എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ്? ഇതൊരു റോംബസ് ആണ്. അതുകൊണ്ട് ADയുടെ ലെങ്ത് എന്തായിരിക്കും? 5 centimeter ആയിരിക്കും. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഇപ്പോൾ 5 centimeter 5 ഇൻറ്റു ഇനി സൈൻ 80 എത്രയായിരുന്നു മക്കളെ? സൈൻ 80 എത്രയായിരുന്നു? ഇവിടെ തന്നിട്ടുണ്ട് 0.98 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.98 എന്ന് പറഞ്ഞാൽ 9.8 4.9 വരും. 4.9 centimeter. അപ്പോൾ നമുക്ക് ഹൈറ്റ് എന്ത് കിട്ടി? 4.9 centimeter എന്ന് കിട്ടി. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കണ്ടുപിടിച്ച് നോക്കുക. നമുക്ക് എന്ത് കിട്ടി? ഹൈറ്റ് എന്ത് കിട്ടി? 4.9 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5 centimeter ആണ്. 5 ഇൻറ്റു 4.9 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4.9 ഓൾമോസ്റ്റ് 24.5 centimeter സ്ക്വയർ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എന്താക്കുക? വാല്യൂസ് ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കണ്ടുപിടിച്ച് നോക്കുക. ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. ഏരിയ കണ്ടുപിടിച്ചു. ഇതുപോലെ നമുക്ക് എന്താക്കാം? ഇനിയും അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഇതുപോലെ കണ്ടുപിട്ടാം. See you.